ഇനി നമുക്കൊരു ഗെയിം കളിക്കാനുള്ള ഒരു സമയമാണ്. അതായത് ചേച്ചി വന്നിട്ട് ചേച്ചിയുടെ കൂടെ ഒരു ഗെയിം കളിച്ചില്ലെങ്കിൽ എന്താണ് അതിന്റെ രസം? അതായത് ഒരു പാട്ടിന്റെ പല്ലവി ആയിരിക്കും, അത് വേർഡ്സ് നമ്മൾ ഷഫിൾ ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ചേച്ചി അത് വായിച്ചു നോക്കുമ്പോൾ പല പല വേർഡ്സ് കാണുമല്ലോ, അതെല്ലാം റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലയാള പാട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ഫസ്റ്റ് ലൈൻ പല്ലവി ആയിരിക്കും, പല്ലവി ഫസ്റ്റ് 2 ലൈൻ ആയിരിക്കും. തുടങ്ങാം. പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ? നമുക്കപ്പോ ആ ഒരു ഗെയിമിലേക്ക് കടക്കാം. റെഡി? ദൂരെ ഏതോ മോഹം മോഹം തേടി മോഹം കൊണ്ട് മോഹം കൊണ്ട് ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. ആ ചേച്ചിയുടെ പാട്ട് തന്നെയായിരുന്നു. ആദ്യം തന്നെ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുക. നമുക്കൊന്ന് നോക്കാം എന്തായാലും. അല്ല, ഇന്ദ്രധനുസ്, നിന്നോർമ്മ, കണ്ണ്. ഓ, ഇത് ഞാൻ പറയാം. പുഞ്ചിരിച്ചു. ഒന്ന് വേർഡ്സ് പറഞ്ഞോണ്ടിരിക്കും. ഇന്ദ്രധനുസിൽ കണ്ണ് പുഞ്ചിരിച്ചു. എനിക്ക് വേർഡ്സ് അറിയുന്നില്ല, വേർഡ്സ് ട്യൂൺ വരുന്നില്ല. അല്ല, ട്യൂൺ വരുന്നില്ല. യുവജനോത്സവം എന്നുള്ള ഒരു പടത്തിൽ ഒരു പാട്ടാണ്. ഇന്നും എന്റെ കണ്ണിൻ. അത് തന്നെ, ഒന്ന് പഠിക്കോ. അത് തന്നെ. ഇന്നും എന്റെ കണ്ണുകളിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. അയ്യോ, അത് ഭയങ്കര പാടാൻ വലിയ പാടാണ്. നമുക്കൊന്ന് കേക്കാം. ഇത് ഭയങ്കര ഹിറ്റ് സോങ് അല്ലേ? കണ്ണും കണ്ണും. അത് തന്നെ പഠിക്കോ. അത് തന്നെ. കണ്ണും കണ്ണും തമ്മിൽ 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 ചേർന്ന് കഥ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ അനുരാഗ. സീമ ചേച്ചിയുടെ ജയൻ സാറിന്റെ. ഓക്കെ, അത് തന്നെയാണോ? കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ഡാഷ് 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 ഡാഷ്. ഓക്കെ, എന്തായാലും കേട്ട് നോക്കാം കറക്റ്റ് ആണോ ചേച്ചിയുടെ ഡാഷ് ഡാഷ് ഡാഷ്. അവിടെ ഒരു കുത്തു വെക്കണമായിരുന്നു, അപ്പൊ ഞാൻ വലിച്ചേനെ. കുത്തു വെക്കാൻ നമ്മൾ കുത്തു വെച്ചെങ്കിൽ ഞാൻ കണ്ണും കണ്ണും മൂന്നി വലിച്ചേനെ. എന്തായാലും അടിപൊളി, നല്ല ഗെയിം ആയിരുന്നില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഞാൻ വീട്ടിൽ പോയി കളിച്ചോളാം. വീട്ടിൽ പോയി സ്ഥിരമായിട്ട് എല്ലാവരും കൂട്ടിയിരുത്തി കളിക്കണം കേട്ടോ.